ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ ഭാര്യ ആവുന്നതിന് മുമ്പേ വർഷയുടെ അച്ഛനമ്മമാരായവർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആ താല്പര്യത്തെ മാനിച്ചെങ്കിലും ചടങ്ങ് തടസ്സപ്പെടുത്താതിരുന്നൂടെ? തടസ്സപ്പെടുത്തിയിരിക്കും. വർഷയെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. അവള് മരണപ്പെട്ടുന്നാ വിക്രം വിശ്വസിക്കുന്നത്. ആ കാര്യം ശ്യാമിനെ അറിയിക്കാനാ അയാള് വന്ന്. അയാള് വിചിത്രമായൊരു കഥാപാത്ര. ഇത്രത്തോളം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണക്കറ്റ സ്വത്തും സ്ഥാനമാനങ്ങളും ഉള്ളവനാ. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് 9 ഭാര്യമാരെ കിട്ടാനും പ്രയാസമില്ല. എന്നിട്ടും വർഷയുടെ പേര് പറഞ്ഞ് ചങ്ക് പൊട്ടി കരയുന്നത് കണ്ടാ നമുക്ക് തന്നെ സങ്കടാവും. കണ്ടില്ലേ, അത് പറഞ്ഞു കേട്ട അമ്മുവിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ആ സ്ഥിതിക്ക് അയാളുടെ സങ്കടം നേരിൽ കാണുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? സത്യം പറഞ്ഞ ഞാനും ശ്യാമും അമ്മയും ഒക്കെ കരഞ്ഞുപോയി. അതുപോലൊരു ദുർവിധി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അയാൾ ഇനിയും വരുമോ? വരും. ശ്യാമിന്റെ ബദ്ധ ശത്രുവായിരുന്ന വിക്രം ഇപ്പൊ അവന്റെ ഉറ്റ മിത്രമായി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് സങ്കടങ്ങൾ പങ്കുവെക്കാൻ അയാൾ ഇനിയും വരും. ആ വരവ് ഒഴിവാക്കാമായിരുന്നു. വിക്രമിന്റെ വരവ് ഒഴിവാക്കാനോ? അതുകൊണ്ട് അമ്മൂന് എന്താ നേട്ടം? അല്ല, അത് പിന്നെ ഇനിയും മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ട് ഇവിടെ ഉള്ളവരെ സങ്കടപ്പെടരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ പാവത്തെയാ ഞാൻ മുൻപ് കള്ളീന്ന് വിശേഷിപ്പിച്ചത്. ഇന്നലെ കുട്ടി വിളിച്ചപ്പോ ഭർത്താവായ മനോജ് ബലികർമ്മം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. താമസിക്കേണ്ട, മനോജിനെ വിളിച്ചോളൂ. ശരി മോനെ മനോജേ. പരേതയ്ക്ക് രക്തബന്ധമുള്ള സഹോദരനല്ലേ നായരെ? അതെ. ഇരിക്കുക. എന്താ ഇവിടെ നടക്കുന്നേ? ആര് പറഞ്ഞിട്ട് ഇതൊക്കെ നടത്തുന്നേ? ഇതൊന്നും പാടില്ലെന്ന് ഞാൻ വിലക്കിയതല്ലേ? വിക്രമിന്റെ വിലക്ക് മറികടന്ന് വർഷയുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ ആർക്കാണ് ധൈര്യം? മോനെ, നിന്റെ ഭാര്യ ആവുന്നതിന് മുമ്പേ വർഷയുടെ അച്ഛനമ്മമാരായവർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്.
ആ താല്പര്യത്തെ മാനിച്ചെങ്കിലും ചടങ്ങ് തടസ്സപ്പെടുത്താതിരുന്നൂടെ? തടസ്സപ്പെടുത്തിയിരിക്കും. ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത ഈ ചടങ്ങ് കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമുള്ളത്? എന്ത് ന്യായ നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് ന്യായമൊന്നും പറയാനില്ല. പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്നൊരു ന്യായം പറയാതിരിക്കാനും വയ്യ. എന്ത് ദൈവം, എന്ത് ന്യായം? എനിക്ക് ഏറ്റവും വിലപ്പെട്ടവളായിരുന്നു എന്റെ ഭാര്യ. ആ ഭാര്യ എന്നിൽ നിന്ന് അപഹരിച്ചെടുത്ത ദൈവം കാരുണ്യവാനാണോ? നീതിമാനാണോ? കപട ലോകാണിത്, സ്വാർത്ഥ ലോകം. ഈ ചടങ്ങിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ആ, പക്ഷേ വർഷങ്ങളായി നിലനിന്നു പോകുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പെട്ടെന്ന് വേണ്ടാന്ന് വയ്ക്കാനും ആവില്ല. ചടങ്ങ് നടക്കട്ടെ വിക്രം. ഇല്ല, അനുവദിക്കില്ല ഞാൻ. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാ, വർഷയെ അപമാനിക്കാനുള്ള കോപ്രായങ്ങൾ. അവളിതൊന്നും കാണാൻ പാടില്ല. മോനെ, വേണ്ട. എന്താ ഇത്? വിക്രം!